ഈ സമസ്തയുടെ പത്രത്തിൽ LDF സന്ദീപ് വാര്യരെ വിമർശിച്ച് പരസ്യം നൽകിയ തൊട്ടു പിന്നാലെയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സന്ദീപ് വാര്യർ നേരിട്ട് കണ്ട് ഒരു ഭരണഘടന പുസ്തകത്തിന്റെ പകർപ്പ് കൈമാറുന്നത്. അതെങ്ങനെയാണ് അതിനൊക്കെ കാണുന്നത്? എന്ത് ഭരണഘടന കത്തിച്ച് മനുസ്മൃതിന്റെ ഭരണം വരണമെന്ന് പറഞ്ഞ ആളെടുക്കുക എന്ത് കുന്തവും കൊണ്ടായി പോകുന്നത്? ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടോ? അദ്ദേഹത്തിന് നന്നായിട്ടറിയാം ഈ ഭരണഘടന കത്തിക്കണം. ഈ അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി ഞങ്ങളിത് കത്തിച്ച് മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ഒരാൾ ഈ ഭരണഘടനയും പൊത്തിപ്പിടിച്ചിട്ട് തങ്ങളെടുക്ക പോയി കഴിഞ്ഞാൽ തങ്ങളങ്ങ് വിശ്വസിക്കുമെന്നാണ് വിചാരിക്കുന്നത്. സാദിഖലി നമ്മളെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ കാണാൻ വേണ്ടി പോയല്ലോ സാദിഖലി തങ്ങളെ. എന്നാൽ പിന്നെ അക്കൂട്ടത്തിൽ ഇതും കണ്ടാൽ പോരായിരുന്നോ? അപ്പം തിരിച്ചു വന്നതിന് ശേഷം കോൺഗ്രസ്സുകാർ പറഞ്ഞു കൊടുത്ത് പോരാ അതെ, അതുകൊണ്ടെന്താ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ട് വീണ്ടും പോകണോ? പാണക്കാട് നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ട് കൊണ്ടോട്ടിയിലേക്ക് വീണ്ടും പോകണോ? അങ്ങനെ നിങ്ങൾ കാര്യം പോരായിരുന്നോ? അപ്പോൾ ഇത് വന്നതിന് ശേഷം മനസ്സിലായി ഇതും കൂടി ഒന്ന് കാണണം. ആരെ പറ്റിക്കാനാണ്? ഇത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ് ഇവരുടെ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് പ്രകടമാകുമെന്ന്. ഇപ്പോൾ പ്രകടമായി കഴിഞ്ഞു. ശരി, ഞാൻ ചോദിക്കുന്ന പരസ്യത്തിന്റെ ഉള്ളടക്കം തെറ്റാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സാങ്കേതികത്വമല്ലേ? പരാതി അല്ലാതെ കിടക്കട്ടെ, എന്നാൽ സാങ്കേതികത്വമാണല്ലോ. അത് അവർ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കട്ടെ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിറാജ് പത്രവും അതുപോലെ തന്നെ സുപ്രഭാതവും സിറാജ് പത്രത്തിലും വന്ന വാർത്ത, അതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം ഞാനിപ്പോൾ മോചിതനാണ്. ഇനി ഒരു രൂപത്തിലും ഞാൻ ആ രൂപത്തിലുള്ള പരാമർശം നടത്തിപ്പോയത് തെറ്റാണ്. എന്തെങ്കിലും പറയണ്ടേ വന്നു കഴിഞ്ഞാൽ? അപ്പോൾ ഉള്ളടക്കത്തോട് അദ്ദേഹം യോജിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ അയാളെ അമ്മ മരിച്ച് ഒരു മനുഷ്യനും കാര്യം വരുന്നില്ലല്ലോ, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വന്നില്ലല്ലോ എന്ന് പറഞ്ഞ സമയത്ത് സാധാരണ നിലയിൽ എൻ്റെ കണ്ണിൽ തന്നെ വെള്ളം വന്നു. കാരണം അമ്മ മരിച്ചിട്ട് പോയില്ല. പാവം ഈ ഒരു മനുഷ്യൻ്റെ അമ്മ മരിച്ചിട്ട് പോകാതിരുന്നത് തെറ്റല്ലേ, പോകേണ്ടതല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്റ്റൽ ക്ലിയർ സരിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, അത് സരിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യത്തിൻ്റെ അകത്താണ് ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞു. വേറൊരു വാചകം ഞാൻ പറഞ്ഞു, സംഘപരിവാറിൽ നിന്ന് രാജിവെച്ച്, ശ്രദ്ധിച്ചോളൂ, RSSൽ നിന്ന് രാജിവെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരിപാടിയും ഞങ്ങളുടെ പ്രത്യയശാസ്ത്രവും അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കും. ഇതാണ് ഞാൻ പറഞ്ഞ വാചകം. ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കും. അപ്പോഴും എടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മുരളി ഇപ്പം എന്താ പറഞ്ഞത്? അതിലേക്ക് ഞാൻ പിന്നീട് വരാം, ഇപ്പോൾ പറയുന്നില്ല. അദ്ദേഹം വാതിൽ മുട്ടാത്ത ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉണ്ടോ? എന്നാണ് ആര് ചോദിച്ചത്? മുരളി. ഞാനല്ല, AK ബാലനല്ല. AK ബാലൻ്റെ ചോദ്യം ഇനി വരുന്നുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അതല്ല ഇപ്പം മുരളി പറഞ്ഞത് ചോദിച്ചാൽ മതി. ഇപ്പം മുരളി പറഞ്ഞത് നിങ്ങൾ ചോദിച്ചാൽ മതി. ഏതൊക്കെ വാതിലാണ് മുട്ടിയത് എന്ന് ആരും സ്വീകരിക്കാത്തത് കൊണ്ടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് എന്ന് പറഞ്ഞല്ലോ. അതാണല്ലോ ഞാൻ പറഞ്ഞു. ഇപ്പം ആദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് മുരളിയോട് ചോദിക്കുക ഏതൊക്കെ വാതിലാണ് മുട്ടിയത്. അയാൾ പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം.